ഒരു പുതിയ പ്രോജക്റ്റ് എടുക്കുക. അതിൻ്റെ ക്യാൻവാസിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേഡിയൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഡാർക്ക് റെഡും ഒരു മീഡിയം റെഡും ഉള്ള ഒരു ഗ്രേഡിയൻ്റ് കൊടുക്കാം. അതിൽ തന്നെ ഈ പാറ്റേൺ ചൂസ് ചെയ്യാം. ഗ്രേഡിയൻറ്റിൻ്റെ എലമെൻസിൽ പോയിട്ട് ക്രംപിൾഡ് പേപ്പർ എന്ന് ചൂസ് ചെയ്യാം. വൈറ്റ് കളറായിരിക്കും ഇതിന് ചേരാം. അതൊന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. സൈസ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക. പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 6 കീപാഡിൽ പ്രസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാം. അപ്പോൾ ഡീഫോൾട്ടായിട്ട് അത് വരുന്നത് റെഡ് കളറിലാണ്. അതിനും നമുക്ക് കളറ് ചേഞ്ച് ചെയ്ത് സെയിം ഗ്രേഡിയൻ്റ് ആക്കാം. കളർ ചേഞ്ച് ചെയ്തിട്ട് നേരത്തെ കൊടുത്ത സെയിം ഗ്രേഡിയൻ്റ് ആക്കാം. അതിനും നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ ഒരു ഫാഷൻ മോഡലിനെ വേണം. അപ്പോൾ റെഡ് കളർ ഫാഷൻ മോഡലിന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമേജ് ആണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് നിങ്ങൾക്ക് ക്യാൻവ പ്രോ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെയും ഇഷ്ടംപോലെ വെബ്സൈറ്റ്സിൽ അത് അവൈലബിൾ ആണ്. ഈ ഫീച്ചർ ഫ്രീ ആയിട്ട്. ക്യാൻവയിൽ അതൊരു പ്രോ ഫീച്ചറാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൊസിഷനിൽ പോയിട്ട് ആ ക്രംപിൾഡ് വൈറ്റ് പേപ്പർ ചൂസ് ചെയ്ത് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഒരു കോപ്പി കൂടി ഉണ്ടാക്കാം. അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് വന്നിട്ട് ഈ താഴേക്ക് വയ്ക്കുക. ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആ ഫ്രെയിം ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്രാവശ്യം കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഫ്രെയിമിന്റെ മേൽഭാഗമായി കഴിഞ്ഞു. ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡില് ഫ്രെയിമിന്റെ പീസും ആക്കി. ഇനി ആ മോഡലിനെ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് സൈഡ് ഭാഗം ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഫ്രെയിം ആ മോഡലിന്റെ കൈയിന്റെ ഉള്ളിൽ കൂടെ പോയി വരുന്ന ഒരു ഇഫക്റ്റ് വരും, ഒരു ഫോട്ടോ ബൂത്ത് പോലെ. അപ്പോൾ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടെക്സ്റ്റ് ബോക്സ് കിട്ടും. ഒരു ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സിൽ ഇതിപ്പോൾ ഒരു ഷോപ്പിൽ വന്നിരിക്കുന്ന ന്യൂ അറൈവൽസ് എന്നുള്ളൊരു തീം വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ന്യൂ അറൈവൽസ് എന്ന് എഴുതി കൊടുത്തു. ഫോണ്ട് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ്. അത് ഡീഫോൾട്ടായിട്ട് വളരെ അടുത്തടുത്ത് നിൽക്കുന്ന ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ആ ലെറ്റർ സ്പേസിങ്ങും ലൈൻ സ്പേസിങ്ങും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഷോപ്പ് നൗ എന്നൊന്ന് എഴുതി കൊടുത്ത് കളറും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ക്വിക്ക്ലി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൺസിഡർ ചെയ്യുക. ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. ലവ് യു ഓൾ. സീ യു ഓൾ.